ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ സെയിൻറ്റ് ചാപ്പൽ കാണണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ഫുൾ ടിക്കറ്റും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ പാൻതിയോൺ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പോൾ പാൻതിയോണിലേക്ക് വന്നു. പാൻതിയോണിൽ ബാക്കി വിഷ്വൽസൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരമൊക്കെ സെയിൻറ്റ് ചാപ്പലിൻ്റെ ക്യൂവിനകത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാനായിട്ട്. പക്ഷെ അവർ പറഞ്ഞിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധവും ഇല്ല, പിന്നെ ഒരുപാട് നേരം വെയിറ്റും ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ടൈം വേസ്റ്റ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പാൻതിയോൺ കാണാനായിട്ട് വന്നത്. ഈ കാണുന്ന ഡോം ആയിട്ടുള്ള ആ ബിൽഡിംഗ് ആണ് പാൻതിയോൺ. പാൻതിയോൺ ഇരിക്കുന്നത് പാരീസിലെ ലാറ്റിൻ ക്വാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ്. ഇത് പാരീസിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കാണുന്നത് ഇവിടേക്ക് അകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ക്യൂ ആണ്. പക്ഷേ ഇവിടെ ബാക്കി സെയിൻറ്റ് ചാപ്പൽ അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ കണ്ട പോലെ ഭയങ്കര ഒരു ലോങ് ലൈനൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ളൊരു ലൈനും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പാൻതിയോണിൻ്റെ ഈ എൻട്രൻസ് പെരി സ്റ്റൈൽ എന്ന് പറയപ്പെടുന്ന, അതായത് ഗ്രീക്ക് ടെമ്പിൾ അല്ലെങ്കിൽ റോമൻ ടെമ്പിളിൻ്റെയൊക്കെ ഒരുപാട് റിസംബിൾ ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറായിരുന്നു. ഇങ്ങനെ ഭയങ്കര ഹൈറ്റിലുള്ള തൂണുകളും പിന്നെ അതുപോലെ റൂഫിൽ ഒരുപാട് കൊത്തുപണികളും ഒക്കെ ആയിട്ട്. അവിടെ ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൂരെയായിട്ട് ഐഫിൽ ടവർ കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ ഐഫിൽ ടവർ വിസിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഐഫിൽ ടവർ ടിക്കറ്റ്സ് ഒക്കെ ഇന്ന് ഈവനിങ് ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. അങ്ങനെ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കാതെ തന്നെ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റി. എൻട്രി ചെയ്ത ഉടനെ ഉള്ള റൂമിൽ നമ്മൾ കാണുന്നത് ഒരുപാട് സ്കൾപ്ചേഴ്സും അതുപോലെ തന്നെ കുറേ പെയിൻറ്റിങ്സും ഒക്കെ ആയിരുന്നു. പാരീസിലുള്ള ഈ പാൻതിയോൺ ഇപ്പം അറിയപ്പെടുന്നത് ഒരു മോസോളിയം അല്ലെങ്കിൽ ഒരു ബറിയൽ ചാമ്പർ ആയിട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന സ്കൾപ്ചേഴ്സും പെയിൻറ്റിങ്സും എല്ലാം തന്നെ ഫ്രാൻസിൽ പണ്ട് ജീവിച്ചിരുന്ന സെയിൻസിനെ പറ്റിയിട്ടും അതുപോലെ പല ക്രിസ്ത്യൻ ഹീറോസിനെ പറ്റിയിട്ടുമായിരുന്നു. അവിടെയുള്ള ഡോമിൻ്റെ താഴോട്ട് നടക്കുമ്പോൾ അവിടെ വളരെ വലിയൊരു പെൻഡുലം കാണാനായിട്ട് പറ്റുന്നുണ്ട്. 1851 എർത്തിൻ്റെ റൊട്ടേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിസിസിസ്റ്റ് ഉണ്ടാക്കിയ പെൻഡുലം ആണെന്നാണ് ഇത് പറയുന്നത്. ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് 67 മീറ്റേഴ്സോ മറ്റാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗോൾഡൻ സ്ഫിയർ ആക്ച്വലി ഇവിടുത്തെ ഒറിജിനൽ സ്ഫിയർ അല്ല എന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു കോപ്പി മാത്രമാണെന്ന്. ഒറിജിനൽ സ്ഫിയർ വേറൊരു മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മ്യൂസിയത്തിൽ പോയാൽ അത് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പാൻതിയോണിന് ഓരോ കാലഘട്ടത്തിലും ഓരോ യൂസേജും ഓരോ ഇമ്പോർട്ടൻസാണ് ഉണ്ടായിരുന്നത്. ഇയർ 508 ക്ലോവിസ് എന്ന് പറഞ്ഞൊരു കിങ്ങാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു ചേർച്ച് നിർമ്മിച്ചത്. പിന്നീട് ആ കിങ്ങിൻ്റെ വൈഫും മരണപ്പെട്ടതിന് ശേഷം അവരെ ബറി ചെയ്തിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. അപ്പം മേലത്തെ ഫ്ലോറിൽ ആ പെൻഡുലം പിന്നെ പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സൊക്കെ ആയിരുന്നു. അതിനുശേഷം താഴേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ ബറിയൽ ചാമ്പർ ആക്ച്വലി കാണാനായിട്ട് പറ്റുക. ഓൾമോസ്റ്റ് ഒരു 17th സെഞ്ച്വറി വരെ ഇത് ഒരു ചെറിയ ചേർച്ച് മാത്രമായിരുന്നു. പിന്നീട് 1744 കിങ് ലൂയി 15 ഒരു അസുഖബാധിതനാവുകയും അതിൽ നിന്നും റിക്കവർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേർച്ചിനെ വലിയൊരു ചേർച്ചാക്കി മാറ്റുമെന്നും പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസുഖം മാറിയതിന് ശേഷവും ഒരു 10 വർഷത്തിന് ശേഷമാണ് പക്ഷേ ചേർച്ചിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ചേർച്ചിൻ്റെ പണി ഫൈനലി കംപ്ലീറ്റ് ആയത് 1790 ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റും അതുപോലെ തന്നെ ലൂയി 15 എല്ലാം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ എൻഡോട് കൂടെ ഈ ചേർച്ചിനെ ടെമ്പിൾ ഓഫ് നേഷൻ എന്നുള്ള പേര് കൊടുത്തിരുന്നു. അതിനുശേഷം പല പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകളുടെയും ബറിയലൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഈ ക്രിപ്റ്റിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ അവിടെ ബറി ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് ഫിലോസഫേഴ്സ്, മിലിറ്ററി ഓഫീസേഴ്സ്, റൈറ്റേഴ്സ്, പെയിൻറ്റേഴ്സ്, അതുപോലെ തന്നെ ലോയേഴ്സ്, അങ്ങനെ ഒരുപാട് പേരെ അവിടെ കാണുന്നുണ്ടായിരുന്നു.
പാൻതിയോൺ കണ്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇനി നമ്മൾ എവിടെ പോകണം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആർക് ദി ട്രയോംഫിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അതും ടിക്കറ്റ് എടുത്തിട്ടില്ല. അവിടെ പോയിട്ട് നോക്കാം എന്ന് വിചാരിച്ചു. അവിടെ എത്തിയിട്ട് കാണിക്കാം. പാരീസ് സിറ്റിയുടെ മിഡിലായിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ആർക് ദി ട്രയോംഫ് ഈ കാണുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടേക്കാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത് ഫൈറ്റ് ചെയ്ത് മരിച്ചിട്ടുള്ള പല ആളുകളുടെയും ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോണ്യുമെൻ്റാണിത്. ഈ മോണ്യുമെൻറ്റിന് ചുറ്റും ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അപ്പോൾ ഈ മോണ്യുമെൻറ്റിൻ്റെ എൻട്രൻസിൽ ഈ റൗണ്ട് അബൌട്ടിനെ ക്രോസ് ചെയ്ത് എത്താനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെഡസ്ട്രിയൻ അണ്ടർപാസ്സാണ്. ഇതിൻ്റെ മേലേക്ക് പോകാനായിട്ടാണ് നമുക്ക് ടിക്കറ്റ് ആവശ്യമുള്ളത്. അപ്പോൾ മേലേക്ക് പോകാനായിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 284 സ്റ്റെപ്സ് ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 18th സെഞ്ച്വറിയിൽ നെപ്പോളിയൻ്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഈ ഏരിയയിലാണ് ടിക്കറ്റ് കൗണ്ടറും അതുപോലെ അതിലേക്കുള്ള എൻട്രിയും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റെപ്സിൽ മേലോട്ട് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മേലെ ചെന്ന് കഴിഞ്ഞാൽ അതിന് ചുറ്റും നടക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണുന്നുണ്ടായിരുന്നു ഇതിന് ചുറ്റുമുള്ള റൗണ്ട് അബൌട്ടും പിന്നെ ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് സിറ്റിയുടെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡുകളും എല്ലാം കാണുന്നുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ പോകുന്നത് ഐഫൽ ടവറിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഈ ഒരു സ്ക്വയർ കണ്ടു. ഈ സ്ക്വയറിലാണ് ലൂയി 16 അതുപോലെ തന്നെ മാരി ആൻറ്റിയോണേറ്റും ഒക്കെ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഓൾമോസ്റ്റ് ഒരു ലേറ്റ് ആഫ്റ്റർനൂണിലാണ് നമ്മൾ ഐഫൽ ടവറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ റോഡ് സൈഡിലായിട്ട് കുറേ പേര് ഇങ്ങനെ മിനിയേച്ചർ ഐഫൽ ടവേഴ്സും അതുപോലെ പിന്നെ കുറേ ബ്ലിങ്കിങ് ലൈറ്റ്സും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറേ സ്കാംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സുവനിയർ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിരിക്കാം. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഐഫിൽ ടവറിന് അടുത്തുള്ള ഗാർഡൻസിൻ്റെ അവിടേക്ക് എത്തി. ഇനി നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് എൻട്രി ചെയ്യാമെന്ന്. അപ്പോൾ അവിടെ ദൂരെയായിട്ട് എൻട്രിയിലേക്കുള്ള ലൈൻ നിൽക്കാനുള്ള ബാരിക്കേഡ്സ് കണ്ടു. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മനഃപൂർവ്വം തിരക്ക് കുറയാൻ വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് ഡേ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐഫിൽ ടവർ വിസിറ്റിന്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അങ്ങനെ ഒരുപാട് ക്രൗഡ് ഇല്ല. ചെറിയ ഒരു ലൈനാണ് ഉള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഐഫൽ ടവറിൻ്റെ മേലേക്ക് പോകാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഐഫൽ ടവറിൽ ഒന്നുകിൽ നമുക്ക് സെക്കൻഡ് ലെവൽ വരെ പോവാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് സമ്മിറ്റ് വരെയും പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മേലോട്ട് പോകാനായിട്ട് സ്റ്റെയർ കേസും ഉണ്ട്, അതുപോലെ തന്നെ എലിവേറ്ററും ഉണ്ട്. അപ്പോൾ സ്റ്റെയർ കേസ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെവൽ വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സമ്മിറ്റിലേക്ക് പോകാനായിട്ട് സെക്കൻഡ് ലെവലിന് പിന്നെയും ലിഫ്റ്റ് തന്നെ ഓപ്ഷനുള്ളൂ. ഞങ്ങളുടെ അടുത്ത ടിക്കറ്റ് എലിവേറ്റർ വഴി പോകാനായിരുന്നു. അത് സമ്മിറ്റ് വരെയുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴും അതുപോലെ തന്നെ പിക്ചേഴ്സിലൊക്കെ കാണുമ്പോഴും അത് ഇത്രയും ഹ്യൂമൻകസ് ആണെന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അടുത്തെത്തിയപ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് വളരെ ഹ്യൂജ് ആണെന്നുള്ള ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇത് ഫുൾ ശരിക്കും അയേൺ വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആ സെയിം അയേൺ കളറിൽ അവർ പെയിൻറ്റും ചെയ്ത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ 7 വർഷം കൂടുമ്പോഴും ഇതിനെ പെയിൻറ്റ് ചെയ്തിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 60 ടൺ പെയിൻറ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പണി പൂർത്തിയാവുന്നത് 1889 അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗുസ്താഫ് ഐഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇതിന് ഐഫിൽ ടവർ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. സ്റ്റെയർ കേസ് വഴി സെക്കൻഡ് ലെവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 600 സ്റ്റെപ്സ് ആണുള്ളത്. ഞങ്ങൾക്കങ്ങനെ ലിഫ്റ്റിൽ കയറാനായിട്ട് പറ്റി. അപ്പോൾ ലിഫ്റ്റിലൂടെ നമ്മൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് അവിടെ സ്റ്റെപ്സിലൂടെയും ആളുകൾ മേലോട്ട് കയറുകയും അതുപോലെ താഴോട്ട് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിട്ട്. ഈ എലിവേറ്റർ ക്യാബിൻ അത്യാവശ്യം വലുതാണ്, പക്ഷെ അതുപോലെ തന്നെ അത്യാവശ്യം ആളുകളെയും അവർ കയറ്റിയിട്ടുണ്ട്. കാരണം ഒരു ക്രൗഡ് കൺട്രോൾ ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് കൂടുതൽ പേരെ ലിഫ്റ്റിനകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള വിഷ്വൽസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല.
നമ്മൾ സെക്കൻഡ് ലെവലെത്തി. സെക്കൻഡ് ലെവലിൽ ഒരു വ്യൂവിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റും നമുക്ക് നടന്ന് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇനി സമ്മിറ്റിലേക്ക് പോകാനായിട്ട് അടുത്ത ലിഫ്റ്റിന് പിന്നെയും ക്യൂ നിന്ന് കയറണം. അപ്പോൾ ഈ വിഷ്വൽസൊക്കെ നമ്മൾ ആ ക്യൂ നിൽക്കുമ്പോൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ദൂരെ സെയിൻ റിവറും അതുപോലെ തന്നെ സിറ്റിയും എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇത് സമ്മിറ്റ് എന്നുള്ള വ്യൂ ആണ്. ഇതുവരെയാണ് നമുക്ക് പോകാനായിട്ട് പറ്റുന്നത്. താഴോട്ടുള്ള വ്യൂ കാണാനും ഭയങ്കര ഭംഗിയായിരുന്നു. സെയിൻ റിവറും അതിൻ്റെ മേലത്തെ ബ്രിഡ്ജും പിന്നെ റിവറിൽ പോകുന്ന ബോട്ടുകളും എല്ലാം കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇതിലൂടെയാണ് എലിവേറ്റർ താഴോട്ടും മേലോട്ടും പോകുന്നത്. അപ്പോൾ നമ്മൾ എലിവേറ്റർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനും മിനും എലിവേറ്ററിൽ തന്നെയാണ് താഴേക്ക് പോയത്. പക്ഷേ സയാനും മനീഷും സ്റ്റെപ്സ് വഴി പോകാനായിട്ട് ഡിസൈഡ് ചെയ്തു. എലിവേറ്റർ വഴി പോകുമ്പോൾ കുറച്ച് ലൈനും ക്യൂവും ഒക്കെ ഉള്ള കാരണം സ്റ്റെപ്പ് വഴി പോകുമ്പോഴായിരുന്നു പെട്ടെന്ന് എത്തുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനും മിനും താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ സ്റ്റെപ്പ് വഴി താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. ഐഫിൽ ടവർ വിസിറ്റിന് ശേഷം നമ്മൾ ഐഫിൽ ടവറിൻ്റെ അടുത്ത് തന്നെയുള്ള ഗാർഡനൊക്കെ ഒന്ന് നടന്നു കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിനകത്ത് ഒരു സിറ്റി ടൂർ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. ഈ ബസ് പാരീസിലുള്ള ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെയും അടുത്തു കൂടിയാണ് പോവുക. അപ്പോൾ ഈ ബസ്സിന് പല അട്രാക്ഷൻസിൻ്റെ അടുത്ത് സ്റ്റോപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങാം. അപ്പോൾ അതിന് ശേഷം പിന്നെ അടുത്ത ബസ് വരുമ്പോൾ അതിനകത്ത് യാത്ര തുടരുകയും ചെയ്യാം. നമുക്ക് എവിടെയും ഇറങ്ങി കാണാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു സിറ്റി ടൂർ ബസ്സിൽ തന്നെ ഇരുന്ന് കാണാനായിട്ടായിരുന്നു ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഐഫിൽ ടവറിൻ്റെ അടുത്ത് നിന്ന് കയറി എല്ലാം ചുറ്റി തിരിച്ച് ഐഫിൽ ടവറിൻ്റെ അവിടെ ഇറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ പാരീസിൽ നമുക്കിനി ഇന്നും കൂടെ ഉള്ളൂ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. നാളെ നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ഡേ ഡിസ്നി ലാൻഡാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മറ്റന്നാൾ നമ്മൾ UK സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന്. അപ്പോൾ അത് കാരണം ആണ് ഇന്ന് നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ബുക്ക് ചെയ്ത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഈ സിറ്റി ടൂറായിട്ട് കാണാനായിട്ട് ഡിസൈഡ് ചെയ്തത്. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ലൂവ്ർ മ്യൂസിയം കാണാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വഴിയൊക്കെ തെറ്റി നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ അത് കാണുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതായിരുന്നു ആക്ച്വൽ അതിൻ്റെ എൻട്രൻസ് ആയിരുന്നത്. നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് ഞങ്ങളുടെ ഫൈനൽ ഡേ ഇൻ പാരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്നി ലാൻഡിലാണ് പോകുന്നത്. ഡിസ്നി ലാൻഡ് പാരീസിൽ 2 തീം പാർക്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഡിസ്നി ലാൻഡ് പാർക്കും പിന്നെ വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ പാർക്കും. ഞങ്ങളുടെ അടുത്ത ടിക്കറ്റിൽ ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആയിരുന്നു. നമ്മൾ എത്തിയത് കറക്റ്റ് ഓപ്പണിംഗ് പരേഡിൻ്റെ ടൈമിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ പേരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഡിസ്നി ക്യാരക്ടേഴ്സായിട്ട് അവർ പരേഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ പരേഡിൽ പല ഡിസ്നി ക്യാരക്ടേഴ്സും വന്നു പോകുന്നുണ്ടായിരുന്നു. ആക്ഷൻ ഹീറോസും അതുപോലെ തന്നെ ഫെയറി ടെയിൽ ക്യാരക്ടേഴ്സും എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം പോയത് ഡിസ്നി ലാൻഡ് പാർക്കിലായിരുന്നു. പിന്നീടാണ് നമ്മൾ വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ പാർക്കിൽ പോയത്. പക്ഷെ അവിടെയാണ് കൂടുതൽ അഡ്വഞ്ചറസ് റൈഡ്സ് ഉണ്ടായിരുന്നത്. ഞാനും മിനും ഒരു മോഡറേറ്റ് റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. ഭയങ്കര കൂടുതലായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ അനീഷും സയാനാണ് പോയിട്ടുണ്ടായിരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസ്നി കാസിലും അവിടെ ഉണ്ടായിരുന്നു.
നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മളുടെ പാരീസിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇന്ന് ഡിസ്നിലാൻഡ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ജസ്റ്റ് ഹോട്ടൽ റൂമിൽ പോവേ ഉണ്ടാവുള്ളൂ. ഇനി നാളെ നമ്മൾ ഇവിടുന്ന് UK സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ലണ്ടനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.